ഇന്ത്യൻ ജനതയ്ക്കൊരു കഠിനകാലം വരാൻ പോകുന്നു എന്ന് ഒരാഴ്ചകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. ഇന്ത്യ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവൻ, പാകിസ്ഥാൻവാദി, ഇന്ത്യയുടെ ശത്രു എന്നൊക്കെ വിളിച്ചാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത്. അതെ, ഇന്ത്യയുടെ കഠിനകാലം വന്നു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ഡീസൽ വില 100 കഴിഞ്ഞു, 104 102 അങ്ങോട്ടായി. പെട്രോൾ വില 115 ഇത് രണ്ടുമാകുമ്പോൾ പെട്രോളിനും ഡീസലിനും മാത്രമല്ലേ വില കൂടിയത്? കഴിഞ്ഞ ദിവസം ഒരു അമ്മാവൻ പെട്രോൾ പമ്പിൽ നിന്ന് എൻ്റെ കയ്യിൽ 4 ലക്ഷം രൂപയുണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിൽ, ഇത് വിലക്കയറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഡീസലിനും പെട്രോളിനും മാത്രമല്ല, സർവ്വ സാധനങ്ങൾക്കും പിടിച്ചാൽ കിട്ടാത്ത വിലക്കയറ്റത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ്. സാധാരണക്കാരുടെ ജീവിതം പ്രതിസന്ധിയുടെയും ദുരിതത്തിൻ്റെയും ഏറ്റവും കാണാക്കയങ്ങളിൽ മുങ്ങാൻ പോവുകയാണ്. ഈ കഠിനകാലം വരും എന്ന് പറഞ്ഞത് രാജ്യത്തെ ആകെ ജനങ്ങൾക്കാണെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കുറച്ചുകൂടി കഠിനകാലം അനുഭവിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ചോദിക്കുക, അതെന്താ ഞങ്ങൾക്ക് തരുന്ന പെട്രോളിനും ഡീസലിനും പ്രത്യേകം വിലയാണോ എന്ന് ചോദിച്ചാൽ, അതുകൊണ്ടല്ല അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി അവർക്ക് നേരെയുള്ള സംഗതി കൂടുതൽ കനപ്പിക്കും. കൂടുതൽ പള്ളികൾ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഇടിച്ചു നിരത്തും, അല്ലെങ്കിൽ ആളുകളെ ആക്രമിക്കും. അപ്പോൾ എന്തു ചെയ്യും? എല്ലാ ജനങ്ങളും രണ്ട് ചേരിയായി, മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായി, അല്ലെങ്കിൽ അത്തരം ആവേശലഹരിയിൽ ഉന്മാദാവസ്ഥയിൽ എത്തിച്ച് ഈ വിലക്കയറ്റവും ഈ കൂടുന്ന സംഗതികളെയൊന്നും അറിയിക്കാതെ ഓർമ്മ കെടുത്തുന്ന അവസ്ഥയിലേക്കെത്തും. ഇനിയും കൂടും ഈ വിലകൾ. ഡീസലിന് ഒരു 125 രൂപ വരെ പോവും, പെട്രോളിന് ഒരു 140 രൂപ വരെ പോവും. പണ്ടിത് കൂട്ടിയത് കക്കൂസ് ഉണ്ടാക്കാനും ആളുകളെ വെളിക്കിറങ്ങാനും വേണ്ടിയാണെന്ന് പറഞ്ഞ ആളിപ്പം മന്ത്രിയും MP-യും MLA-യും ഒന്നുമല്ല. ഇപ്പം കുറേ പേര് ആളുകൾ രംഗത്തിറങ്ങും. യുദ്ധം നടക്കുന്ന വേളയിൽ ഇതാകുന്നതിന് വല്ല കാര്യമുണ്ടോ? അപ്പം യുദ്ധം നടക്കാത്ത വേളയിൽ എന്തായിരുന്നു കാര്യം? ഈ പെട്രോൾ വില കൂടിയതെല്ലാം യുദ്ധം നടന്നതുകൊണ്ടാണോ? 60-ൽ കിടന്നത് പെട്ടെന്ന് 80 ആയത് 2ാം ലോക മഹായുദ്ധ കാലത്താണോ? അതോ പിന്നീട് 3ാം ലോക മഹായുദ്ധം വന്നോ? അന്നൊക്കെ ക്രൂഡ് ഓയിലിന് 70 രൂപയും 60 രൂപയും ഒക്കെ വിലയായിരുന്നപ്പോൾ മഹാലാഭം കൊയ്തവരാണ് ഈ കമ്പനികളെല്ലാം. അവരിഷ്ടംപോലെ ഫണ്ട് അതുകൊണ്ട് കൊടുക്കുകയും ചെയ്തു, ഇഷ്ടംപോലെ സംഗതി വിത്തിറക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അന്ന് കൊയ്തെടുത്ത ലാഭത്തിൽ നിന്ന് ഈ നഷ്ടം സഹിക്കേണ്ട ബാധ്യത അവർക്കില്ല. ഈ പെട്രോളിനകത്ത് എത്തനോൾ കൂടി ചേർത്താണ് തരുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ തുകയ്ക്ക് വാങ്ങാൻ പോകുന്നത്. ഈ കഷ്ടപ്പാട് പ്രത്യേകിച്ച് ജാതിക്കാർക്ക് വല്ലതും ആണോ? ജിഹാദികൾക്ക് മാത്രമാണോ ഇത് വരാൻ പോകുന്നത്? അതല്ലെങ്കിൽ നസ്രാണികൾക്ക് മാത്രമാണോ? അല്ല. യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടം ചെയ്യേണ്ടതെന്താ? ഭരണകൂടം ഇത്തരം പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടിയുള്ള പരിഹാരമാർഗങ്ങൾ ഉണ്ടാക്കി, അതിനുവേണ്ടിയുള്ള ചെറുകിട സംരംഭങ്ങളോ ബാക്കിയുള്ളതുണ്ടാക്കി ജനങ്ങളെ ശക്തരാക്കി നിലനിർത്തുന്നതിന് പകരം എല്ലാവരെയും വർഗീയതയിൽ മുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും, കുറച്ച് മുസ്ലിങ്ങളെ പറയുമ്പോൾ ഹിന്ദുക്കൾക്കെല്ലാം സന്തോഷമായി, അവരെല്ലാം ഇതിൻ്റെ അടിയിൽ വന്ന് എഴുതി, ആരെങ്കിലും പ്രതിഷേധമായിട്ടിറങ്ങിയാൽ അവൻ്റെ ജാതിയും മതവും പറഞ്ഞ്, ഇനി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയാൽ അവനെ പപ്പുമോനാക്കി, പാകിസ്ഥാനിയാക്കി, എല്ലാം ദുർബലപ്പെടുത്തിയാൽ നമുക്കിതിങ്ങനെ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കാം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ഒന്നും ബാധിക്കില്ല, ഇത് ബാധിക്കാൻ പോകുന്നത് കാശില്ലാത്തവരെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ ഇതിൻ്റെ ദോഷം അനുഭവിക്കുന്നത് കൂടുതലും മാർഗമുള്ളവനായിരിക്കും. കാരണം അവനല്ലേ ഒരുപാട് വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കേണ്ടത്, അവനല്ലേ ഒരുപാട് സാധനങ്ങൾ കൂടേണ്ടത്. ഈ 2 രൂപ 50 പൈസ കൂടുമ്പോൾ എന്തോ ചെയ്യും? നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് 20 രൂപ വീതം കൂടും, 20 രൂപ വീതം. ഈ അടുത്ത സമയത്ത് റെസ്റ്റോറൻറ്റുകാരും ഹോട്ടലുകാരും ഒരു പ്രതിഷേധ ധർണ്ണ നടത്തുന്നത് കണ്ടു. എന്തിനാ? ഗ്യാസിൻ്റെ വില കൂടിയതിന്. എത്ര രൂപയാണ് കൂടുന്നത്? 50 രൂപ കൂടി, അല്ലെങ്കിൽ 100 രൂപ കൂടിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 150 രൂപ കൂടി. അതിന് 150 രൂപ കൂടുമ്പോൾ ആനുപാതികമായിട്ടാണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വില കൂടുന്നത്? അല്ല. പെട്ടെന്ന് പൊറോട്ട 20 രൂപ ആവും, ഒരു പൊറോട്ടയുടെ വില എന്ന് പറഞ്ഞാൽ 50 പൊറോട്ടയ്ക്കകത്ത് ഈ കൂടിയ വില ഈടാക്കും. ഒരു 15 കിലോയുടെ കുറ്റിയിൽ 50 പൊറോട്ടയാണോ ഉണ്ടാക്കുന്നത്? അല്ല. ചുരുക്കി പറയുമ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് കയറ്റുന്നത് സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ടാണ്. നമുക്കെന്ത് ചെയ്യാം? മലർന്ന് കിടന്ന് മുസ്ലിങ്ങളില്ലാത്ത രാജ്യം സ്വപ്നം കാണാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഹിന്ദുക്കളില്ലാത്ത രാജ്യം സ്വപ്നം കാണാം, കുറച്ച് പേർക്ക് ക്രിസ്ത്യാനികളില്ലാത്ത രാജ്യം സ്വപ്നം കാണാം. എന്നിട്ട് ജിക്ക് വേണ്ടി നമുക്ക് മുദ്രാവാക്യം വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ കഠിനകാലം, പപ്പുമോനെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ ആ കഠിനകാലം വന്നു തുടങ്ങിയിരിക്കുന്നു. തുടക്കം മാത്രമാണിത്.
ഇത് ഒടുക്കത്തെ തുടക്കമാണെന്ന് മറക്കാതിരിക്കാം.